സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FEയിൽ ഡിസംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാമെന്ന് വെച്ചാൽ 263.82 MB ആണ്. എന്തായാലും ഇതിനെ വേണ്ടി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതാണ്. നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റിയിൽ വല്ലതും ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടോ, ഡൗൺഗ്രേഡ് ആയിട്ടുണ്ടോ, ഇതിനെ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം AnTuTu ബെഞ്ച് മാർക്ക് ആൻഡ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ബിഫോർ ദ അപ്ഡേറ്റ് ആൻഡ് ആഫ്റ്റർ ദ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പ് ഇവിടെ CPU ത്രോട്ടൽ ടു 77% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ CPU ത്രോട്ടൽ ടു 82% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ത്രോട്ട്ലിംഗ് ഇഷ്യൂവിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ത്രോട്ട്ലിംഗ് ഇഷ്യൂ വലിയ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത AnTuTu ബെഞ്ച് മാർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 7,20,210 ആയിരുന്നു സ്കോർ വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 7,94,305 ആണ് സ്കോർ കാണിക്കുന്നത്. എന്തായാലും സ്കോർസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും റിയൽ ലൈഫ് പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ക്യാമറ പെർഫോമൻസ്, സ്ക്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും 1 വീക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്തായാലും ഇതിൽ പുതിയ ഫീച്ചേഴ്സൊന്നും ആഡ് ആയിട്ടുണ്ടാവില്ല, അപ്പോൾ എത്ര ധൃതി പിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ക്യാമറയിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, പിന്നെ എൻ്റെ ഡിവൈസിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വല്ലതും വന്നിട്ടുണ്ടോ, പിന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, എല്ലാത്തിനും പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.